തനുജയുടെ വാക്കുകൾ കേട്ട് മണിക്കുട്ടിയുടെ തെറ്റാടിക്കൊണ്ട് നാരായണൻ തമ്പിയെ അടിക്കുന്ന ആതിര. കണ്ട തെരുവ് തണ്ടികളെയൊക്കെ വല്യേട്ടൻ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയത്. മണിക്കുട്ടി കുറ്റവാളിയാക്കപ്പെടുമ്പോൾ നിസ്സഹായയാകുന്ന കനി. ആതിരെ, അച്ഛനൊന്നും സംഭവിക്കില്ല. അകത്ത് കിടക്കുന്നത് അന്യനൊന്നുമല്ല, നമ്മുടെ അച്ഛനാ. മണിക്കുട്ടിക്ക് വേണ്ടി എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്ന ഹരിനാരായണൻ. എല്ലാരും തുടർന്ന് കാണുക. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നിൽക്കുന്ന കനി ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സാധുവാ. പിന്നെ കനി ആർക്കെങ്കിലും പഴിചാരാനോ ഒറ്റപ്പെടുത്താനോ ആഗ്രഹമുണ്ടെങ്കിൽ അതെന്നോടാവാം. തെറ്റാലി കൊണ്ട് മണിക്കുട്ടിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. എന്തു പറ്റി വല്യേട്ടാ? അച്ഛൻ എന്താ പറ്റിയ? കനിയടുത്ത് അച്ഛൻ എന്താ പറ്റിയെന്ന് നിങ്ങളെന്താരും ഒന്നും മിണ്ടാത്തേ? ചേട്ടാ, കുഞ്ഞളിയ, അച്ഛന്റെ തലയൊന്ന് പൊട്ടി. അകത്ത് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, മണിക്കുട്ടിയുടെ കളി എപ്പോഴും തെറ്റാലി കൊണ്ടാണല്ലോ. അങ്ങനെ തെറ്റാലി കൊണ്ടൊരു അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത്. കനിയടുത്ത് നമ്മുടെ അച്ഛനൊന്നും സംഭവിക്കത്തില്ലെന്നേ. മണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കയ്യബദ്ധം പറ്റി അച്ഛനങ്ങ് ക്ഷമിച്ചോളൂ എന്നേ. കരയാതെ വലിയേട്ട ഒന്നും പറയ്. ഇവിടെ എല്ലാരും അവരെ എന്തിനാ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. സ്റ്റെഫി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിചാരണയും ശിക്ഷയൊന്നും വേണ്ടാന്ന്. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. കരയല്ലേ ഏഞ്ചല്? ഏഞ്ചല് കരഞ്ഞ മണിക്കുട്ടിക്ക് ഒത്തിരി സങ്കടാവും. കരയല്ലേ? ഏഞ്ചൽ എന്തിനാ എന്നോട് പിണങ്ങുന്ന? ഞാനല്ല ചെയ്ത്. എന്റെ കനിമയാണ് സത്യം, ഉണ്ണിക്കുത്തനാണ് സത്യം. ഇനി ഏഞ്ചലിന്റെ തലത്തോട് സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഏഞ്ചലാണ് സത്യം. മണിക്കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല. നീയല്ലാതെ പിന്നെ ആരാ സാറിന്റെ തല തല്ലി പൊട്ടിച്ചത്? കുട്ടിച്ചാത്തനോ? ഏഞ്ചല് ചിലപ്പോ കുട്ടിച്ചാത്തനായിരിക്കും. കണ്ടോ കണ്ടോ, തെറ്റ് ചെയ്തിട്ട് അവളിരുന്ന് പറയുന്ന കേട്ടോ. എടി പൊട്ടി, ഏത് നേരം തെറ്റാലിയും കൊണ്ട് നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ? എന്നെ പൊട്ടിന്ന് വിളിച്ചാണ്ടല്ലോ. പൊട്ടിയെ പൊട്ടിയെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കണ്ടേ? മോളെ, ഇപ്പൊ മനസ്സിലായല്ലോ ഇതിനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഈ തെറ്റാലി കൊണ്ട് ആരുടെയൊക്കെ തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അവിടുന്ന് അമ്മയും മോളെ നാട്ടുകാരെ അടിച്ചോടിച്ചു വിട്ടതാവും. എങ്ങനെയോ ഇവിടെ വന്നടിക്കും. ഈ തെറ്റാലി നിന്റെ കയ്യിലിരിക്കുന്ന പ്രശ്നം. ഇനി തന്നേ, ഞാനത് അടുപ്പിക്കൊണ്ടിട്ട് കത്തിച്ച് ചാരമാക്കും. നിങ്ങളുടെ കണ്ണ് ഞാൻ പൊട്ടിക്കും. കണ്ടോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറ്റാലി എടുക്കുന്ന ഇവളുടെ ശീലം. വേണ്ട വേണ്ട മണിക്കുട്ടി, നീ ആ കുന്ന താത്തി വെച്ചേ. നാരായണ തമ്പി സാറിനെ ദ്രോഹിച്ചത് പറഞ്ഞ് നമ്മളെ കൂടെ കൊല്ലണം നിനക്ക്. നീ ആ കുന്തറ താത്തുച്ചേ. ഇല്ല. ഇല്ലേ മണിക്കുട്ടി? ഏഞ്ചല്, എന്റെ കനിമയാണ് സത്യം. ഞാനിത് വെച്ച് അപ്പനെ ഒന്നും ചെയ്തിട്ടില്ല. വേണ്ട, എന്നോട് മിണ്ടണ്ട, എന്റെ ഒരു കൂട്ടുകൂടെയും ചെയ്യണ്ട. മണിക്കുട്ടി ചീത്തയാ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ഡോക്ടർ, അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ അച്ഛനാ. അതിന് ഈ ആൾക്കൂട്ടത്തിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഭയപ്പെടാനും വേണ്ടി അത്ര സാരമായ പരിക്കൊന്നുമില്ല അദ്ദേഹത്തിന്. ഇതൊരു കാഷ്വാലിറ്റി അല്ലേ? ഇതിനു മുന്നിൽ നിങ്ങൾ ഇങ്ങനെ കൂടി നിന്നാൽ എങ്ങനെയാ? എല്ലാരും ഒന്ന് പുറത്തുപോയേ. അയ്യോ സോറി അളിയ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഹരിയേട്ടനും കനിയേട്ടനും മാത്രം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് പുറത്തേക്കാം. ചെല്ലു വലിയേട്ടാ, ഞങ്ങൾ പുറത്തേക്കാം. വാ ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ, പരിക്കത്ര സാരമുള്ളതല്ല. 3 സ്റ്റിച്ചുണ്ട്. പിന്നെ പ്രായമായ ആളല്ലേ, അതിന്റെ ഒരു ക്ഷീണമുണ്ട്. കാഷ്വാലിറ്റിന്ന് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഡോക്ടർ ഞാനൊന്ന് കയറി കണ്ടോട്ടെ? അധിക നേരം എടുക്കരുത്, കാഷ്വാലിറ്റി ആണ്. താങ്ക് യു ഡോക്ടർ. അച്ഛാ, അച്ഛാ, ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു. പേടിക്കാനൊന്നുമില്ല. ഒരു മുറിവുണ്ടായിന്നല്ലാതെ അപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാന്നാ ഡോക്ടർ പറഞ്ഞത്. സൂര്യനും ജയനുമെല്ലാം വന്നിട്ടുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. റൂമിലേക്ക് മാറ്റുമ്പോൾ അച്ഛൻ അവരെ കാണാം. അയ്യോ, അവളിരുന്ന് മോങ്ങുന്നുണ്ടോ? എന്തിനാടി ഇരുന്ന് മോങ്ങുന്നേ? കണ്ടോ, അവളുടെ കയ്യിൽ തെറ്റാലിരിക്കുന്ന കണ്ടോ? ഉറക്കത്തിൽ പോലും അവളിത് താഴെ വെക്കില്ല. ഇവളാ അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാ സൂര്യേട്ട വേണ്ടത്? ഞാനല്ല അപ്പൂപ്പന്റെ തലയടിച്ച് പൊട്ടിച്ചത്, ഞാനല്ല. നീ അല്ലേ? നോക്ക്, തലയിൽ ആൾതാമസം ഇല്ലാത്തോളാ നീ. സംഭവിച്ചതൊക്കെ ചിലപ്പോ മറന്നുപോയി കാണും. ഇപ്പൊ നീ തെറ്റാലിക്കടിച്ചു, നാളെ നീ ഇവിടെ ഉള്ളവരൊക്കെ കിണറ്റി തള്ളി ഇടൂല്ലോടി. ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. എനിക്ക് പേടിയാ ഏഞ്ചലെ. ഞാൻ അങ്ങനൊന്നും ചെയ്യൂലെന്ന് പറയ ഏഞ്ചലെ. മണിക്കുട്ടി പാവല്ലേ ഏഞ്ചലെ? ഏഞ്ചലേ തിരുമുറ്റത്തെ കുട്ടിയാ, നിന്നെ പോലെ മന്ദബുദ്ധിയൊന്നും അല്ല അവള്. നീ കാണിച്ച പൊട്ടത്തരങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ ഞങ്ങളുടെ ഏഞ്ചലിനൊരു അബദ്ധം പറ്റി. നിന്നെ നിന്റെ കനിയമ്മയും ഈ വീടിനകത്തേക്ക് കൊണ്ട് കയറ്റി. അതിനുള്ള ശിക്ഷ ഇപ്പൊ ഞങ്ങളുടെ ഏഞ്ചലിന് കിട്ടി, അല്ലേ മോളെ? ഇനി നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കോണം. ഇനി ഈ തിരുമുറ്റത്ത് നിന്നെ നിന്റെ അമ്മയെ കണ്ടുപോരുത്, കേട്ടല്ലോ? ഇല്ല, ഞാൻ ഏഞ്ചലിനെ വിട്ട് എങ്ങോട്ടും പോയില്ല. ഏഞ്ചലിന്റെ അപ്പൂപ്പന്റെ തല പൊട്ടിച്ചത് ഞാനല്ല. ഇവിടെ തെറ്റാലി കയ്യിൽ വെക്കുന്നത് മണിക്കുട്ടിയല്ലേ? എന്റെ തെറ്റാലി ഞാൻ ആർക്കും കൊടുക്കൂല. അപ്പൊ ഈ തെറ്റാലി കൊണ്ട് വേറെ ആരാണ് അച്ഛന്റെ തലയ്ക്ക് ഉണ്ണാൻ വെക്കുന്നത്? എന്തിനാ മണിക്കുട്ടി അച്ഛന്റെ തലയടിച്ചു പൊട്ടിച്ചേ? ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ തന്നെയാ സൂര്യേട്ടാ കള്ളി. കള്ളം പറയുന്ന കേട്ടോ. ദാ ഈ മാഷും ശാന്തി നിപ്പുണ്ടല്ലോ, ഇവര് പറയട്ടെ ഇവളല്ലാതെ പിന്നെ ആരാണെന്ന്. ആ കുന്ത്രണ്ടും എനിക്ക് പേടിയാ സാറേ. നമ്മൾ എത്ര പറഞ്ഞാലും ഒരു അനുസരണ ഇല്ലാത്ത കുട്ടിയാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ ഉടനെ ആ കുന്ത്രാണ്ടം എടുത്ത് പിടിക്കും. തമ്പിസാറിന്റെ തലയടിച്ച് പൊട്ടിച്ചത് ഇവളാ സാറേ. അതെ, നിങ്ങൾ കണ്ടോ? ശാന്തി, മണിക്കുട്ടി തെറ്റാലിക്ക് അച്ഛൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടോന്ന്? അത് കണ്ടില്ല, പക്ഷേ തമ്പിസാറിന്റെ തല പൊട്ടുമ്പോ തെറ്റാലി ഇവളുടെ കയ്യിൽ തന്നെ ആയിരുന്നു. പഠിപ്പിക്കാനിരിക്കുമ്പോഴും മണിക്കുട്ടി തെറ്റാലി ഉണ്ടായ കളി പിടിച്ചു വാങ്ങി വെക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങും നിലവിളി ഒച്ചയൊക്കെ. തീക്കളി ആവുമെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാ. തെറ്റാലിക്ക് അടികൊണ്ടാൽ പിന്നെ വല്ലതും പറയാനുണ്ടോ? പേടിച്ചിട്ട് സമ്മതിക്കാത്തതായിരിക്കും. സംഗതി എന്തായാലും മണിക്കുട്ടിയുടെ കൈകൊണ്ട് തന്നെ സംഭവിച്ചതാ, അല്ലാതെ ഇവിടെ വേറെ ആരും വരാനില്ല. അല്ല, തെറ്റാലി പ്രയോഗിക്കാനും ഒരു സാമർഥ്യമൊക്കെ വേണേ. അതിവിടെ മണിക്കുട്ടിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും പറ്റുമോ? മാഷ് പറഞ്ഞതാ കറക്റ്റ്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യായല്ലോ ഈ പൊട്ടിപ്പെണ്ണിന്റെ കൈകൊണ്ടാ അച്ഛന് പരിക്ക് പറ്റിയെന്നു. ഇനി ഇവളെ ഇവിടെ ഒരു നിമിഷം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഞാനല്ല, എനിക്ക് പേടിയാ. ഞാൻ അങ്ങനൊന്നും ചെയ്യൂല.
ഏഞ്ചല് ഇവരൊക്കെ കള്ളം പറയ ഏഞ്ചല്. മണിക്കുട്ടി ആരും നോവിക്കില്ലെന്ന് പറ ഏഞ്ചല്. മണിക്കുട്ടി പാവന്ന് പറ ഏഞ്ചല്. ഏഞ്ചല് മണിക്കുട്ടി പാവല്ല. മണിക്കുട്ടി അപ്പൂപ്പന്റെ ചോദിച്ച മണിക്കുട്ടി എനിക്ക് കാണണ്ട. എന്നോട് കൂട്ടണ്ട. എന്റെ അപ്പൂപ്പനെ നോവിച്ച മണിക്കുട്ടി എനിക്ക് കാണണ്ട. എനിക്ക് കനിമെ കാണണം. എനിക്ക് എന്റെ കനിമെ കാണണം. എനിക്ക് കനിമെ കാണണം. എനിക്ക് എന്റെ കനിമെ കാണണം. എനിക്ക് കനിമെ കാണണം. കന്യാടത്തി, ഹരിയേട്ട എവിടെ? അകത്താണോ? അവരെല്ലാരും പോയി. അച്ഛന്റെ വിവരം അറിയാതെ എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അവര് തിരുമുറ്റത്തേക്കാണെന്ന് പറഞ്ഞാണോ പോയത്? ആ അതെ. അവര് പോട്ടെന്ന്. ഇവിടെ നിന്ന് അമ്പിനും മില്ലും അടുക്കാത്തവണ്ണം വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്പിളികളെയും പറഞ്ഞു അവരെല്ലാരും കൂടെ കന്യാടത്തെ ഒത്തിരി വിഷമിപ്പിച്ചു. മണിക്കുട്ടി ഒരു വയ്യായികയുള്ള കുട്ടിയല്ലേ. ഒരബദ്ധം പറ്റിപ്പോയെങ്കിൽ അത് ക്ഷമിക്കാനുള്ള മനസ്സല്ലേ എല്ലാവർക്കും വേണ്ടത്. ഇല്ല, അവരാരും മണിക്കുട്ടിയോട് ക്ഷമിക്കില്ല. ചെയ്യാത്ത കുറ്റത്തിന് മണിക്കുട്ടി അവരെ ശിക്ഷിക്കാനേ നോക്കൂ. ആ വല്യേട്ടൻ വന്നല്ലോ. വല്യേട്ട, അച്ഛൻ എങ്ങനെയുണ്ട്? 3 സ്റ്റിച്ചുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഓ, അച്ഛന് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റിയേക്കും. എല്ലാവരോടും പറഞ്ഞേക്ക് അച്ഛനെ അവിടെ വന്ന് കാണാന്ന്. ആ ആരോട് പറയാൻ? അവരെല്ലാരും പോയി. ഓ, അപ്പോ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ഓടിക്കതച്ചെത്തിയതല്ല. സ്നേഹം ഇവിടെ കലാപം ഉണ്ടാക്കാൻ വന്നതാണല്ലേ? അവര് തിരുമുറ്റത്തേക്കാ പോയിരിക്കുന്നത്. മണിക്കുട്ടി അവരെ വേദനിപ്പിച്ചൊന്ന് വരും. എനിക്കൊന്ന് തിരുമുറ്റത്തേക്ക് പോണം. കനിയേട്ടത്തിന്റെ തോന്നലെങ്ങനെ നമ്മൾ തള്ളിക്കളയണ്ട കേട്ടോ. ഇവിടെ പോരെടുക്കാൻ പറ്റാത്തതിന് അവരവിടെ മണിക്കുട്ടിയെടുത്ത് കയ്യൂ കാണിച്ചെന്നിരിക്കും. അത് നേരാ. എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവരെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജയ, നീ ഇവിടെ ഉണ്ടാവണം. ഞാൻ കനിയൻകുട്ടി തിരുമുറ്റത്തേക്കൊന്ന് ചെല്ലട്ടെ. വല്യേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. അച്ഛനെ ഞാൻ നോക്കിക്കോളാം. കനി പോ. കനിയെടുത്ത് ടെൻഷൻ അടിക്കണം. ശരി. മണിക്കുട്ടി, എന്താ? എന്ത് പറ്റി മണിക്കുട്ടി? മണിക്കുട്ടി എന്തിനാ കരയുന്നേ? എല്ലാരും കൂടി എന്നെ ഞാനല്ല ചെയ്തത്. കരയാതെ, സാരമില്ല, പോട്ടെ. അതെ, പറയുന്നതുകൊണ്ട് ഹരിയേട്ടന് വേറൊന്നും തോന്നരുത്. ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ഞങ്ങൾക്കറിയണം. എന്ത് തീരുമാനം? ദൈവാധീനം കൊണ്ടും പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുവാ അച്ഛന്റെ ജീവൻ അപകടമൊന്നും ഉണ്ടാവാത്തത്. ഇവള് ഇനി ഇങ്ങനെ കുരുത്തക്കേട് ഒപ്പിച്ച? മണിക്കുട്ടിയാണ് അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. ഇവിടെ എത്തിയപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. ഇവള് തന്നെ അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചേ. എന്നാലും ഇവളുടെ ഒരു ധൈര്യം നോക്കണേ. ഇന്ന് അച്ഛന്റെ തല, നാളെ ആരുടെ തലമണ്ടയെ പൊട്ടിക്കാന്ന് ആർക്കറിയാം? പിന്നെ ഞാനൊരു കുഞ്ഞുകുട്ടി പരാധനക്കാരനാ. ജീവിക്കാൻ വേണ്ടിയാ ഈ പണിക്ക് വന്നത്. വന്ന് കയറിയപ്പോ തന്നെ ആ കുന്ത്രാണ്ടം എന്റെ നേർക്കാ പ്രയോഗിച്ചത്. എത്ര പറഞ്ഞാലും കേക്കില്ലെന്നേ. ഇതുപോലെ ഒരെണ്ണത്തിന് പഠിപ്പിക്കാൻ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല. വല്ലതും പറ്റി ഞാൻ കിടപ്പിലായ നോക്കാനൊന്നും ആരുമില്ലെന്നേ. ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഈ പണി അങ്ങ് നിർത്തുക. ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതിയ ഇത്രയും നേരം നിന്നത്. അപ്പൊ പിന്നെ വരട്ടെ. അങ്ങനെ മാഷും പോയി. ഏഞ്ചലിനെ പഠിപ്പിക്കാൻ ഇനി ആരും കിട്ടാതെ വരും. എല്ലാത്തിനും ഇവളാ കാരണം. അല്ല, ഇങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കും? തെറ്റാലി പ്രയോഗിക്കുന്നുണ്ടോ നോക്കി ഒരാൾക്ക് ഇവളുടെ പുറകെ നടക്കാൻ പറ്റുമോ? ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ. ഇവളെ ഇവിടുന്ന് പറഞ്ഞുവിടുക.
ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം സൂര്യേട്ടൻ പറഞ്ഞത്. ഈ പൊട്ടിപ്പെണ്ണിനെ പറഞ്ഞ് നേരാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെന്താ വഴി? അല്ല, മണിക്കുട്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് കൃത്യമായ തെളിവൊന്നുമില്ലല്ലോ. എന്റെ അളിയ, ഇയാളെ അതെ, കണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതും കേട്ടതും ഒന്നും തെളിവല്ലേ? അല്ലാതെ അത് പിന്നെ തെളിവില്ലാതെ. പഠിപ്പിക്കാൻ വന്ന മാഷ് പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന ശാന്തി പറഞ്ഞു. ഇനി അതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? കണ്ണി കണ്ടവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിന്നാലുണ്ടല്ലോ. ഇങ്ങോട്ട് പോയല്ലോ. ഞാനല്ല കനിമ ചെയ്തത്. പിന്നെ ആരാ ചെയ്തത്? കനി, എന്താ ഇത്? നിർത്താനല്ലേ പറഞ്ഞത്? ഞാനല്ല അങ്ങനെ ചെയ്തത്. പോട്ടെ, സാരമില്ല, മോള് കരണ്ട. നീയെങ്കിലും ഇത്തിരി വകതിരിവ് കാണിക്കണ്ടേ കനി? ഈ പാവത്തിന് ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇവരെല്ലാരും ഒരേ സ്വരത്തിൽ പറയല്ലേ ഇവളാ ചെയ്തതെന്ന്. ഞാനങ്ങനെ ചെയ്യൂല. കരയാതെ, പോട്ടെ, മണിക്കുട്ടി അല്ല ചെയ്തത്. മോള് വാ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് പുറത്തെടുക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? അത് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിക്കപ്പെട്ടപാട് ഞങ്ങൾക്കെ അറിയും. അതിനിടയില ഒരു ന്യായം പറച്ചില്. അളിയോ, അളിയനിപ്പാരാ? ആതിരയുടെ ഭർത്താവാ. അപ്പൊ ആതിരയ്ക്കൊപ്പല്ലേ നിൽക്കേണ്ടത്? ഭാര്യയെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ആളായിരിക്കണം ഭർത്താവ്, അല്ലേടേ? ഓഹോ, ഏട്ടൻ അവളെ വീണ്ടും എടുത്ത് തലയിൽ വെക്കാൻ പോവാണോ? അപ്പൊ ഞങ്ങളുടെ വാക്കിനൊന്നും ഒരു വിലയില്ലേ? ഞങ്ങളുടേതും കൂടി അച്ഛനെ ദ്രോഹിച്ചവരെ അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. എന്തായാലും അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആ, അച്ഛന്റെ സമ്മതത്തോടു കൂടിയാ കനിയെയും മണിക്കുട്ടിയെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അച്ഛൻ ഉണ്ടാവണം. അല്ല വെള്ളിയ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ആവും, അമ്പിളിക്കുട്ടനെങ്കിലും അച്ഛനെ കുറിച്ച് തിരക്കാൻ തോന്നിയല്ലോ. അച്ഛന്റെ കാര്യം വിട്ടിട്ട് ഈ പാവത്തിനെ കടിച്ചു കീറി തിന്നാനാണല്ലോ എല്ലാവർക്കും ഉത്സാഹം. തൽക്കാലം എല്ലാരും പോ. പോവാം. കരയണ്ട മോളെ, പോട്ടെ, സാരമില്ല. എന്തായി മോളെ? അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ സംഭവത്തിന്റെ പേരിൽ പൊട്ടി അവിടുന്ന് പുറത്താക്കും. അവളുടെ കൂടെ പെട്ടിയും പ്രമാണം എടുത്ത് കനിയും ഇറങ്ങും. ആഹാ, നല്ല സന്തോഷ വാർത്തയും കൊണ്ടാണല്ലോ മോള് വന്നിരിക്കുന്നേ. എനിക്കറിയായിരുന്നു എല്ലാം കറങ്ങി തിരിഞ്ഞ് അവസാനം പന്ത് എന്റെ കാൽക്കൽ തന്നെ വരുംന്ന്. ഇനി ഞാൻ ഗോളടിക്കും. ഏഞ്ചലിന് വേണ്ടിയാണല്ലോ ഹരിയേട്ടൻ അവളെ കെട്ടിയത്. അതേ ഏഞ്ചൽ തന്നെ പറയും അവരെ രണ്ടുപേരെയും വേണ്ടാന്ന്. അതെങ്ങനെ? അപ്പൂപ്പന്റെ തല പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഏഞ്ചൽ ആ പൊട്ടി പെണ്ണിനോട് പിണങ്ങിയിരിക്കല്ലേ. ഏഞ്ചലിനെ പഠിപ്പിക്കാൻ വന്ന ആ മാഷും തെളിവ് നിരത്തിയതോടെ എല്ലാരും ഒറ്റക്കെട്ടായി ആ പൊട്ടി പെണ്ണിനെതിരെ തിരിഞ്ഞിരിക്കുക. മണിക്കുട്ടിയും കനിയേയും വേണ്ടാന്ന് ഏഞ്ചൽ പറയുമ്പോ ഹരിയേട്ടൻ അനുസരിക്കാതിരിക്കാനാവില്ല. നമുക്ക് വേണ്ടി കർത്താവ് കൃത്യമായി പ്രവർത്തിച്ചു. അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ വേണ്ടി ഞാൻ കർത്താവിന് എത്ര മെഴുകുതിരി കത്തിച്ചെന്നറിയാവോ? അതിന്റെ ഫലമായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്? മറ്റുള്ളവരുടെ വേദനയെ ആഘോഷമാക്കുകയാണ്. മണിക്കുട്ടിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാവും.
അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കരുത് നിങ്ങൾ. ദേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അവര് രണ്ടുപേരും അവിടുന്ന് പുറത്താവേണ്ടത് നമ്മുടെ ആവശ്യ. മോള് പറഞ്ഞതുപോലെ ഏഞ്ചലും മണിക്കുട്ടിയും പിണങ്ങിയെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. മോളെ, ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. മോളെ, നിങ്ങളുടെ ഭാഷയിൽ അച്ഛൻ പഴഞ്ചനാണ്, പ്രായോഗിക വിവരമില്ലാത്തയാൾ. അതൊക്കെ സമ്മതിച്ചു തരാം. അതേപോലെ നിങ്ങളും നിങ്ങളെക്കുറിച്ച് സ്വയം ചിന്തിക്കണം. ഏഞ്ചൽ മോളുടെ മനസ്സിന് യാതൊരു ഉലച്ചിലും ഉണ്ടാകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹരിനാരായണൻ ഏഞ്ചലിന് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഈ കല്യാണം ഒരു ത്യാഗമാണ്. ഹരിനാരായണൻ ഏഞ്ചലിന് വേണ്ടി അങ്ങേ അറ്റം വരെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്കും കഴിയണ്ടേ? ഒരു ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. മോളിങ് വന്നേ. ഇനി ഇവിടെ നിന്നാ ഞാൻ വല്ലതും പറഞ്ഞു പോവും. അല്ല മോളെ, ആശുപത്രിയിൽ എന്താ അവസ്ഥ? നാരായണൻ തമ്പിക്ക് എങ്ങനെയുണ്ട്? ആ, വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞങ്ങളെ ആരെ അകത്തേക്ക് കയറ്റിവിട്ടില്ല, കാണാനും പറ്റിയില്ല. എന്തായാലും ആള് ചത്തിട്ടൊന്നുമില്ല. മോളെ, ദേ അയാളുടെ വിവരം അറിയണമെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കണം. മോളിങ് വന്നേ.